ശരിക്കും രേണുസുതിക്ക് അസുഖമുണ്ടോ? ക്യാൻസറാണോ? പിന്നെ അസുഖമില്ലാതെ അതൊന്നും ഫേക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്നലെ ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി അവള് നാടകം കളിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ വിഷയത്തിൽ മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ രേണുവിനോട് ചോദിച്ചിട്ടില്ല, ഞാനവിടെ പോയി കണ്ടൊരു സാഹചര്യം ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ മരിക്കാൻ പോവാന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. ഞാൻ ഓൾറെഡി ഇരിക്കുന്ന സ്റ്റേജ് എന്താ, എൻ്റെ ലൈഫിൽ ഇപ്പോഴാണ് സക്സസ് ആയത്. ഇതുവരെ പടുകുഴിയിലായിരുന്നു. രക്ഷപ്പെട്ട് ജീവിതം വന്നപ്പോൾ ഇതാ നടക്കുന്നു മരണം അപ്പുറത്ത്. ഈ സിറ്റുവേഷനിൽ ഒരു മനുഷ്യൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. അയാൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന അയാൾക്ക് ഒരു ബോധവും ബുദ്ധിയും ഉണ്ടാവില്ല. രണ്ടാമത്തെ വിഷയം കീമോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീമോൻ്റെ മെഡിസിൻ കയറിയ പിന്നെ 2-3 ദിവസത്തേക്ക് ഒരു ബുദ്ധിയും ബോധവും ആട്ടം അനക്കവും ഉണ്ടാവില്ല, ശരീരം തളർന്നു പോകും. ഞാൻ കണ്ടപ്പോൾ രേണു ആകെ 32 കിലോ 33 കിലോ. ഈ 33 കിലോ ഉള്ള ഒരു വ്യക്തി അവർ മാനസികമായും ശാരീരികമായിട്ടും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ ഈ അന്വേഷിച്ച് പോകുന്നുണ്ടല്ലോ. ഞാൻ റീസെൻ്റ്ലി കണ്ടത് കീമോതെറാപ്പിക്ക് 2 ലക്ഷം ആവില്ല, അങ്ങനെ കുറേ ന്യൂസുകളുണ്ട്. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡി അടക്കം പല സാധനങ്ങളുടെയും ആവശ്യമുണ്ട്. ഈ ആൻറ്റിബോഡിക്ക് നല്ല വില ഉണ്ട്. കീമോതെറാപ്പി വിൽ ബി ലൈക്ക് എന്താ പറയുക, ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 50,000-60,000 റുപ്യേൻ്റെ കേസായിരിക്കാം. മേ ബി ചിലപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 1 ലക്ഷം വരാം. പക്ഷേ ഈ ആൻറ്റിബോഡി കിട്ടണ്ടേ? ആൻറ്റിബോഡി സർക്കാരിൻ്റെ കയ്യിലില്ലെങ്കിൽ ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങണം. അതിന് നല്ല കാശുണ്ടെന്നാണ് എൻ്റെ അറിവ്. സോ ഇതിൻ്റെ ചിലവ് എങ്ങനെയാണ്, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, കണക്കുകൾ എങ്ങനെയാണെന്നുള്ളത് സംശയമുള്ളവർ നേരിട്ട് രേണുവിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ പോരെ. അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു വിവരാവകാശം കൊടുത്തിട്ട് അതിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി എടുക്കണം. മനസ്സിലായോ?